50-ലധികം കുടിവെള്ള പദ്ധതികളുള്ള കോട്ടയം മീനച്ചിലാറ്റിലെ വെള്ളത്തിൽ ഉയർന്ന അളവിൽ മനുഷ്യവിസർജ്യ സാന്നിധ്യം കണ്ടെത്തി. പാല, ഈരാറ്റുപേട്ട, കോട്ടയം നഗരങ്ങളോട് ചേർന്ന ഭാഗങ്ങളിലാണ് വെള്ളം ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയത്. ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ ഫീക്കൽ കോളിഫോം ബാക്ടീരിയയ്ക്ക് പുറമെ തീവ്ര അമ്ല സാന്നിധ്യവും തിരിച്ചറിഞ്ഞു. ഉത്ഭവസ്ഥാനം മുതൽ അവസാനം വരെ ജനവാസ മേഖലകളിലൂടെ കടന്നുപോകുന്ന മീനച്ചിലാറ്റിൽ മലിനീകരണ തോത് അപകടകരമാകും വിധം ഉയരുകയാണ്. അടുക്കം മുതൽ ഇല്ലിക്കൽ വരെ 10 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എല്ലാ സാമ്പിളുകളിലും ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. 7 സാമ്പിളുകളിൽ 2000-ന് മുകളിലാണ് FC കൗണ്ട്. അതായത് മനുഷ്യവിസർജ്യം പുഴയിൽ കലരുന്നുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ തോത് തീവ്രവുമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ജലമാർഗരേഖ പ്രകാരം കുടിവെള്ളത്തിൽ ഫീക്കൽ കോളിഫോം സാന്നിധ്യം ഉണ്ടാകരുത്. ഈ സാഹചര്യത്തിലാണ് കുടിവെള്ള പദ്ധതികൾക്കടക്കം ജലം ശേഖരിക്കുന്ന മീനച്ചിലാർ അതീവ മലിനമാണെന്ന കണ്ടെത്തൽ. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും വാണിജ്യ വ്യവസായ മേഖലകളിൽ നിന്നുമാണ് നമ്മുടെ മലിനീകരണത്തിൻ്റെ തീവ്രത. പ്രത്യേകിച്ച് വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങളൊന്നുമില്ല, പക്ഷേ ചെറിയ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇത്തരത്തിൽ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ അത്തരത്തിലുള്ള മലിനീകരണം. ഏറ്റവും കൂടുതൽ മലിനീകരണം മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ തന്നെയാണ്. കോളിഫോം സാന്നിധ്യമുള്ള വെള്ളം ഉപയോഗിച്ചാൽ മഞ്ഞപ്പിത്തം, മലേറിയ അടക്കമുള്ള ജലജന്യ രോഗങ്ങൾ പകരും എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കോവിഡ് വ്യാപനത്തിന് മുൻപും ശേഷവും നടത്തിയ താരതമ്യ പഠനത്തിലാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ. 24 കോട്ടയം.